പുതിയ കാലത്ത് ഒരു പഠനം, കുട്ടികളുടെ സൈക്കോളജിയുടെ മേഖലയിൽ നിന്ന് വന്ന ഒരു പഠനം, ഇത് മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കും. മാതാപിതാക്കൾ പറഞ്ഞ ബാപ്പ ഉമ്മ മാത്രമല്ല, ഏട്ടത്തി ഏട്ടൻ, ആ ഒരു ഫിഗറിലുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. ആ പഠനത്തിൽ പറയുന്നത് പുതിയ കാലത്ത്, അതായത് ഒരു 15 വയസ്സിന് താഴെ 12 വയസ്സിന് താഴെ പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ കുട്ടികൾ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുന്നു എന്നാണ്. വല്ലാത്തൊരു പ്രയോഗമാണത്. സൈക്കോളജിയുടെ ഒരു പഠനത്തിൽ വന്നതാണ് ഈ അടുത്ത്. സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടൊരു കഥ. ആ കഥയിൽ പറയുന്നത് എങ്ങനെയാണ്, ഒരു ടീച്ചർ ആ ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ നാളെ വരുമ്പോൾ ഒരു കടലാസിൽ എഴുതിയിട്ട് എനിക്ക് തരണം. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു അതും കൂടെ എഴുതിയിട്ട് എന്റെ അടുത്ത് തരണം. അങ്ങനെ എല്ലാ കുട്ടികളും എഴുതി. ടീച്ചർ ഇങ്ങനെ വായിച്ചു. അപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും IAS ജില്ലാ കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥനും അങ്ങനെ പലതും കുട്ടികൾ എഴുതി വെച്ചു. പക്ഷെ ഒരു കുട്ടി മാത്രം എഴുതി വെച്ചിരിക്കുന്നു, എനിക്ക് TV ആവണം, എനിക്ക് ടെലിവിഷൻ ആയാൽ മതി. എന്നിട്ട് അതിന്റെ കാരണം, ആ കാരണമാണ് അതിന്റെ പ്രസക്തമായ ഭാഗം. എന്റെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നോക്കുന്ന ഒരേ ഒരു വസ്തു TV ആണ്. TVയുടെ മുമ്പിൽ ബാപ്പ, പിതാവ്, മാതാവ്, സഹോദരങ്ങള്, ഏട്ടത്തി, അനിയത്തി എല്ലാവരും ഒന്നിച്ച് TV നോക്കും. അപ്പൊ ഞാൻ TV ആയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും നോട്ടം, എല്ലാവരുടെയും പരിഗണന, മണിക്കൂറുകൾ എനിക്ക് കിട്ടുമല്ലോ. അല്ലാതെ എനിക്ക് പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ട് TV ആയാലും കുഴപ്പമില്ല, എനിക്ക് ആ പരിഗണന കിട്ടുമെങ്കിൽ അതാണ് നല്ലത് എന്ന് ഈ ടീച്ചറുടെ ക്ലാസ്സിൽ ഒരു കുട്ടി എഴുതി. അപ്പൊ ടീച്ചർക്ക് ഇത് വായിച്ച്, പ്രത്യേകിച്ച് ആ ടീച്ചർ ആ കുട്ടിയുടെ പേര് നോക്കിയപ്പോ പ്രത്യേകിച്ചും സങ്കടമായി. അങ്ങനെ കാരണം എന്താ വെച്ചാൽ ആ ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറുടെ തന്നെ കുട്ടി എഴുതി വെച്ചതാണിത്. സ്വന്തം കുട്ടിയാണ് എഴുതി വെച്ചത്. അപ്പൊ ഈ വിഷയം ടീച്ചറുടെ ഹസ്ബൻഡ് ഒരു ഉദ്യോഗസ്ഥനാ. ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ എന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, നമ്മളെ കുട്ടി എന്ന് ആദ്യം പറഞ്ഞില്ല, എന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴും ഈ ഹസ്ബൻഡ് പറയാണ്, നീ വേഗം ആ രക്ഷിതാക്കളെ വിവരം അറിയിക്കണം, ആ രക്ഷിതാക്കൾ എന്തൊരു പണിയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ പറയാനുള്ള ഒക്കെ ടീച്ചറാണല്ലോ, ബുദ്ധി ഉണ്ടാവുമല്ലോ. എല്ലാം കേട്ട് നിന്നിട്ട് അവസാനം പറഞ്ഞു, അത് വേറെ ആരുമില്ല, ഞാനും നിങ്ങളുമാണെന്ന് പറഞ്ഞു. അതായത് അവസാനത്തെ പോയിന്റ് എന്താണെന്നറിയോ, ഇങ്ങനെ ഒരു പ്രശ്നം കേൾക്കുമ്പോ നമ്മൾ അങ്ങനെയാണോ എന്നുള്ള ചിന്ത പോലും വരുന്നില്ല. നമ്മളൊരു വിഷയം വരുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ്, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ആത്മീയമായ പ്രഭാഷണങ്ങൾ, മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് യാതൊരു കുറവും കേരളത്തിലില്ല. അത് കേൾക്കാത്ത കുറവ് നമുക്കില്ല. എന്തുകൊണ്ടാണ് മാറാത്തത്? ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് ചെറിയൊരു ഉദാഹരണം, നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു കണക്ടിങ് ഫാക്ടറുടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഡെർമറ്റോളജിന്റെ ഡോക്ടർ വന്നിട്ട്, തൊലിയുടെ വിദഗ്ധനായ ഒരു ഡോക്ടർ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഇട്ടിട്ട് അതാ ഞാനല്ലേ, മാഷാ അല്ലാഹ്. അപ്പോ ഡെർമറ്റോളജിയുടെ ഒരു ഡോക്ടർ സ്ക്രീനിൽ ഒരു പ്രത്യേക അടയാളങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറയാം, ഇങ്ങനെ ഒരു അടയാളം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഒരുപക്ഷെ നാളെ അത് വെള്ളപ്പാണ്ടായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മെല്ലെ നമ്മുടെ കയ്യിൽ അടയാളം ഉണ്ടെങ്കിൽ, പഠിച്ചോനെ ഇപ്പൊ മൂപ്പരാ പറഞ്ഞത് ഇതെങ്ങാനും ആവൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കൂലേ, ഇങ്ങനെ ആക്ക്, ഏതെങ്കിലും ഒന്ന് ആക്ക്, നോക്കും. ഇനി വേറെ ഡോക്ടർ, ഒരു കാർഡിയോളജിന്റെ ഡോക്ടർ വന്നിട്ട്, ഹൃദ്രോഗത്തിന്റെ ആള് വന്നിട്ട് പറയാണ്, ഇങ്ങനെ പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഇടനെഞ്ചിന്റെ ഭാഗത്ത് നിന്നൊരു പ്രത്യേകമായ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ കംപ്ലൈന്റ് തുടങ്ങാൻ. അപ്പോഴും നമ്മളിപ്പോ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും കഴിഞ്ഞ ദിവസം ഒരു വേദന ഉണ്ടായിരുന്നു, അത് ഇതെങ്ങാനും ആവോ എന്ന് എന്നെ ആ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യും. ആണോ അല്ലേ? പറ അല്ലേ? ആണ്. എന്നാൽ ശ്രദ്ധിച്ചോ, മതപരമായ നമ്മുടെ മഹല്ലിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഉള്ള എന്തോ ഒരു പരിപാടിയിൽ ഒരു പണ്ഡിതൻ വന്നിട്ട് ഒരു പ്രഭാഷണം നിർവഹിക്കാന്ന് കൂട്ടിക്കോ. ആ പ്രഭാഷണം നിർവഹിക്കുന്ന സമയത്ത് ആ പണ്ഡിതൻ പറയാണ്, ചില ആളുകളുണ്ട്, അഹങ്കാരമുള്ള ആളുകളുടെ 4 ലക്ഷണം പറയുമ്പോൾ ഒരിക്കലും ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഞാൻ എന്റെ മൂത്താപ്പാനെ, എന്റെ ഏട്ടനെ, എന്റെ അയൽവാസിനെ, എന്റെ അമ്മോസൻ കാക്കാനെ, എന്റെ അമ്മായിമാനെ, എന്റെ മൂത്തച്ഛനെ, എന്റെ ഇളച്ചിനെ, എന്റെ നാത്തൂനെ, അതായത് ഞാനല്ലാത്ത ഈ ലോകത്തുള്ള എല്ലാ ആളുകളെയും
കൂടിയും ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സാധനം നമുക്ക് വർക്ക് ചെയ്യാത്തത്. അതായത് സ്വന്തത്തെ വിചാരണ ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഇല്ലാതായി പോയിരിക്കുന്നു. സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ വിചാരണ ചെയ്യുന്ന വളരെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അമ്മായിമ്മ മരുമോളെ, മരുമോള് അമ്മായിമ്മനെ, അതേപോലെ ഓരോ ആളുകളും ഓരോ ആളുകളെയാണ് വിചാരണ ചെയ്യുന്നത്. ആ വിചാരണ ചെയ്യുന്ന ഒരു സിസ്റ്റം നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സെൽഫായിട്ടുള്ള ഡെവലപ്മെന്റിന് സാധ്യതയില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ഇങ്ങനെ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും ആ ടീച്ചറുടെ ഭർത്താവ്, ആ കുട്ടിയുടെ പിതാവായ ആള് ശ്രദ്ധിക്കുന്നില്ല. ഞാനും എന്റെ കുട്ടിയോട് ഇപ്പൊ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ല, അത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാവില്ലേ, നമ്മുടെ വീട് അങ്ങനെയാണെന്ന് മനസ്സിലാവില്ലേ, ആ ചിന്ത പോലും വരുന്നില്ല. അവിടെ മുതലാണ് നമ്മുടെ അപകടങ്ങൾ അല്ലെങ്കിൽ അപജയങ്ങൾ തുടങ്ങുന്നത്. അതായത് സ്വന്തമായി ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന, ഒരു സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അപരവൽക്കരിക്കപ്പെടുന്ന എന്നൊക്കെ പറയുന്ന രീതിയിൽ കുട്ടികൾ മാറുകയാണ്. അപ്പൊ എന്തായി സംഭവം? എന്തായി? ബാപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ കളി, ചിരി, തമാശ, അങ്ങനെ ബഹളങ്ങൾ, അങ്ങനെയുള്ള അവസ്ഥകൾ വല്ലാതെ കുറയുന്നു.